ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ തേടിയുള്ള മലബാർ സഫാരിയുടെ ഈ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പൂന്താനമില്ലത്താണ്. ചരിത്രപ്രസിദ്ധമായ പൂന്താനമില്ലത്തിന്റെ പ്രധാന കവാടമാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത്. ഈ ഇല്ലത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മലബാർ സഫാരി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. You are watching Malabar Safari. ഈ കാണുന്നതാണ് പ്രശസ്തമായ പൂന്താനമില്ലത്തിന്റെ പടിപ്പുര. മുൻകാലങ്ങളിൽ ഇവിടെ ഒരു പടിപ്പുര ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആധുനിക കാലഘട്ടത്തിലും ഇവിടെ ഒരു പടിപ്പുര നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പഴയകാല ഓർമ്മകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു പടിപ്പുര നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു പടിപ്പുര കടന്നു ചെന്ന് കുറച്ചു ദൂരം ഈ കാണുന്ന വഴിയിലൂടെ നടന്നു ചെന്നാൽ മാത്രമാണ് നമുക്ക് പ്രശസ്തമായ പൂന്താനമില്ലം നമുക്ക് കാണാൻ സാധിക്കുക. പ്രധാന റോഡിൽ നിന്ന് വയലിന്റെ നടുവിലൂടെയാണ് ഈ ഒരു സഞ്ചാരപാത നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു ഇടം തന്നെയാണ് ഇവിടം. വഴിയിലെ രണ്ട് വശങ്ങളിലായി ധാരാളം കൃഷികൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പൂന്താനിലത്തിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പായി വലതുവശത്തായി ചെറിയൊരു കുളം നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ആ കുളം. പായലൊക്കെ പിടിച്ച് ആകെ വൃത്തിഹീനമായ രീതിയിലാണ് ഈ കുളം കിടക്കുന്നത്. ഈ കാണുന്നതാണ് പ്രശസ്തമായ പൂന്താനമില്ലം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള കീഴ്ശ്ശേരിയിലാണ് പ്രശസ്തമായ ഈ പൂന്താനമില്ലം സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഈ ഇല്ലത്തിന് ഇത്ര പ്രത്യേകത എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. മലയാള ഭാഷക്കും ഭക്തി പ്രസ്ഥാനത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ പൂന്താനം നമ്പൂതിരിയുടെ ജന്മഗൃഹമാണ് ഈ കാണുന്ന പൂന്താനമില്ലം. കേവലം ഒരു പഴയകാല നിർമ്മിതി എന്നതിലുപരി ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും വിനയത്തിൻ്റെയും ജീവിക്കുന്ന പ്രതീകമാണ് ഈ മണ്ണ്. പൂന്താനം നമ്പൂതിരിയുടെ ഒരു ചരിത്രപരമായ ഒരു പശ്ചാത്തലം നോക്കിയാൽ 16-ാം നൂറ്റാണ്ടിൽ കൊല്ലവർഷം ഒരു 722 ഭക്തികവിയായ പൂന്താനം നമ്പൂതിരി ജനിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം, സന്താന കോപാലം, പാന തുടങ്ങിയ അനശ്വര കൃതികൾ ഈ ഇല്ലത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ നിന്നാണ് പിറവിയെടുത്തത് എന്നാണ് കരുതപ്പെടുന്നത്. സംസ്കൃതം പണ്ഡിതന്മാരുടെ ഭാഷയായിരുന്ന കാലത്ത് സാധാരണക്കാരൻ്റെ മലയാളത്തിൽ ഭഗവത് ചിന്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൂന്താനത്തിന് കഴിഞ്ഞു. വളരെ ശാന്തമായ ഒരു ഇടം തന്നെയാണ് പൂന്താനമില്ലം. സായാഹ്നങ്ങളിൽ നമ്മുടെ തിരക്കുകളിൽ നിന്ന് മാറി നിന്ന് ഒരല്പനേരം വിശ്രമിക്കണമെന്ന് തോന്നിയാൽ വരാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ് പൂന്താനമില്ലം. ഇല്ലത്തിൻ്റെ ഒരു വാസ്തുവിദ്യ നോക്കുകയാണെങ്കിൽ പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യകളുടെ മനോഹരമായ മാതൃക തന്നെയാണ് ഈ പൂന്താനമില്ലം. നാലുകെട്ടും പത്തായപ്പുരയും കുളവും കാവും ഒക്കെ ചേർന്ന പഴയകാല പ്രൗഢി ഇന്നും അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ പൂന്താന നമ്പൂതിരിയെക്കുറിച്ചും ഈ ഇല്ലത്തെക്കുറിച്ചൊക്കെ ഒരു ഐതിഹ്യങ്ങൾ ചരിത്ര താളുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇല്ലത്തിന് ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്തത്തിൽ നിന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൃതി രൂപം കൊണ്ടത് എന്ന് ചരിത്ര താളുകളിലും നമുക്ക് കാണാൻ സാധിക്കും. പൂന്താനം നമ്പൂതിരിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വലിയ ദുരന്തത്തിന് ഈ ഇല്ലം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഏറെ വൈകിയുണ്ടായ കുഞ്ഞ് ചോറൂണ് ദിവസത്തിന്റെ തലേന്ന് അവിചാരിതമായി മരണപ്പെട്ടു. ആ അഗാധമായ ദുഃഖത്തിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റും വേണമോ മക്കളായി എന്ന പ്രശസ്തമായ വരികളിലൂടെയാണ് അദ്ദേഹം ഭഗവാനെ തൻ്റെ മകനായി പ്രതിഷ്ഠിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു ഐതിഹ്യം പറയുന്നത് ഈ ഇല്ലത്ത് ഗുരുവായൂരപ്പൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഐതിഹ്യം എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം പൂന്താനത്തിന് ഗുരുവായൂർ വരെ പോകാൻ കഴിയാതെ വന്നപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഈ ഇല്ലത്തിൻ്റെ ഇടതു വശത്തുള്ള കിണറ്റിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഒരു ഐതിഹ്യം ഉള്ളത്. ഈ ഇല്ലത്തിൻ്റെ വടക്കേ അറ്റത്ത് ഒരു പൂന്താനം ആരാധിച്ചിരുന്ന ഒരു ശ്രീകൃഷ്ണത്തിൻ്റെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട്. അതും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും. AD
1547 പൂന്താനം നമ്പൂതിരി ജനിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഇദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ ഒരു കടുത്ത ഭക്തയായിരുന്നു എന്നാണ് നമുക്ക് ചരിത്ര താളുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ അന്ധമായ ഭക്തിയും ഒരു ലളിതമായ ഭാഷകളും ജീവിത ശൈലികളൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം ഈ ഇല്ലത്തിന് ഒരു 600 വർഷത്തോളം പഴക്കമുണ്ടെന്ന് ആണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോഴും ഈ ഇല്ലം ഒരു കേടും കൂടാതെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ ഒരു ഇല്ലത്തേക്ക് സന്ദർശിക്കാനായി ഇതിൻ്റെ ഒരു ഐതിഹ്യങ്ങൾ മനസ്സിലാക്കാനും ചരിത്രങ്ങൾ മനസ്സിലാക്കാനും ഈ ഒരു നിർമ്മിതി കാണാനൊക്കെ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ വന്ന ടൈമിൽ തന്നെ 2-3 ആളുകൾ ഇവിടെ വന്ന് സംസാരിച്ചിരിക്കുന്നതും വന്ന് കണ്ടു പോകുന്നതുമൊക്കെ ആയി നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഒരു മലയാളി എന്നുള്ള ഒരു നിലയ്ക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് ഇതിൻ്റെ ചരിത്രങ്ങൾക്കൊന്ന് മനസ്സിലാക്കി നമ്മളെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ നല്ല ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ പൂന്താനം ഇല്ലം. ഇപ്പോൾ ഈ ഇല്ലത്ത് സാംസ്കാരിക സമ്മേളനങ്ങളും സാഹിത്യ സെമിനാറുകളും ഒക്കെ നടത്തി പോരാറുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ഇല്ലം നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇത് സംരക്ഷിച്ചു പോരുന്നത്. അവരാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു സംരക്ഷണമൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഒരു ഇല്ലം സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ തലമുറകളെ പ്രചോദിപ്പിക്കുന്ന മഹാഗുരുവിൻ്റെ ഒരു സാന്നിധ്യം ഉള്ള ഒരു തെളിവും കൂടിയാണ് ഈ ഒരു ഇല്ലം സന്ദർശിക്കുക എന്ന് പറഞ്ഞത്. ഈ ഒരു ഇല്ലം സന്ദർശിക്കുമ്പോൾ നമ്മൾ മഹാകവിയുടെ ജീവിതത്തിലേക്കും കൃതികളിലേക്കും മാത്രമല്ല ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ ആത്മീയവും സാംസ്കാരികമായ പൈതൃകത്തിലേക്കൊരു നേർക്കാഴ്ച കൂടിയായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. സാഹിത്യത്തെ സ്നേഹിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല അനുഭവം തന്നെ ആയിരിക്കും ഈ ഒരു ഇല്ലം സന്ദർശിക്കുക എന്ന് പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 32 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളൊരു ദൂരം. നമ്മൾ കണ്ണൂരിൽ നിന്ന് വിമാനത്താവളത്തിൽ നിന്നാണെങ്കിൽ ഏകദേശം 160 കിലോമീറ്ററോളം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ തീവണ്ടിയിലൊക്കെ ആണ് നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 8 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. മാപ്പിൽ അടിച്ചു കൊടുത്താൽ മതി, പൂന്താനം ഇല്ലെന്ന് അടിച്ചു കൊടുത്താൽ ഇങ്ങോട്ടേക്കുള്ള കറക്റ്റ് വഴി കിട്ടും. അപ്പോൾ എല്ലാവരും വരിക, കാണുക, ചരിത്രങ്ങളൊക്കെ അറിയുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു സംരക്ഷണം ഏറ്റെടുത്തെന്ന് പറഞ്ഞല്ലോ. അവർ ഈ പൂന്താനം നമ്പൂതിരിയുടെ ഒരു ഓർമ്മകൾക്കായി എല്ലാ വർഷവും കുംഭമാസത്തിൽ അശ്വതി നക്ഷത്രത്തിൽ ഇവിടെ പൂന്താന ദിനം വിപുലമായി ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ കലാപരവും സാഹിത്യപരവും ഒക്കെ ആയിട്ടുള്ള വിവിധ ഇനം പരിപാടികളും ഇവിടെ ഉണ്ടാവാറുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് വീടിനോട് ചാരി തന്നെ ഉള്ള ഒരു കിണറാണ്. ഐതിഹ്യത്തിൽ പറയുന്ന ആ കിണർ ഒരു പക്ഷേ ഇതായിരിക്കാം. ഇവിടെ സത്യത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനോ നമുക്ക് ചരിത്രം മനസ്സിലാക്കാനോ ഒരു ഗൈഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ സന്ദർശനം ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പുറമേ നിന്ന് ഇത് കണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇപ്പോൾ നമുക്ക് സാധിക്കുകയുള്ളൂ. അവിടെ പോയി ഇരിക്കാനൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അവിടെ പോയി വിശ്രമിക്കാം. സായാഹ്നങ്ങളിൽ നമുക്ക് സൊറ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ശാന്തമായ ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പൂന്താനമില്ലം. ഒരു നാടിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ശേഷിപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മാഞ്ഞു പോകുന്ന ശിരോലിഖിതങ്ങളും മായുന്ന മാറാല കെട്ടിയ ചിന്തയും കാലപ്പഴക്കം കൊണ്ട് ശോഷിച്ചു തുടങ്ങിയ ആ പുരാതന കെട്ടിടം ദൂരെ നിന്ന് ഒരു നോക്കും കൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഞങ്ങൾ തിരിഞ്ഞു നടന്നു. അപ്പോൾ പൂന്താന ഇല്ലത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ ഒരുപാട് പരിമിതികൾ നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികമൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആദ്യമായാണ് നമ്മൾ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളും കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ബായ്.
You are watching Malabar Safari.